ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു 3 അഡീനിയം പ്ലാന്റ്സ് പോട്ട് ചെയ്യാനായിട്ടുള്ള മിക്സ് നമ്മളിതിലേക്ക് വെച്ചേക്കുകയാണ്. ഇതിൽ നമ്മൾ മണ്ണ്, കുറച്ച് മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി മിക്സ് ചെയ്തിട്ടുണ്ടെന്ന ഒരു ചെറിയൊരു മിക്സാണ്. അതുപോലെ ഈ 3 നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണത്തിൽ നമ്മൾ ജസ്റ്റ് ആക്കി വെച്ചേക്കുന്നുള്ളൂ. എല്ലുപൊടി ഇട്ടിട്ടില്ല. എല്ലുപൊടി ഇതാണ് എല്ലുപൊടി. ഇത് ഈ കാണുന്ന ഒരു യെല്ലോ വൈറ്റ് റോസ് പോലത്തെ മിക്സാണ് എല്ലുപൊടി. ഇത് നമ്മളധികം എങ്ങനെ പുറത്ത് വെച്ചേക്കാൻ നമ്മൾ അടച്ചു വെച്ചേക്കണം. കാരണം ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ നഷ്ടപ്പെട്ട് പോകാൻ നമ്മൾ അടച്ചു വെച്ചേക്കണം. ഇതിൽ കാണുന്നത് ഈ കാണുന്ന വെള്ള ഐറ്റംസ് എല്ലുപൊടിയാണ്. അപ്പം അഡീനിയം പ്ലാന്റ്സിന് ബേസിക്കലി എല്ലുപൊടി ഒരു മസ്റ്റായിട്ടുള്ള വളമാണ്. ബാക്കിയുള്ളതിനേക്കാളും നമുക്ക് എല്ലുപൊടി ഈ അഡീനിയം പ്ലാന്റ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വളമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിന് നല്ലൊരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നട്ടേക്കുന്നത് ഈ കാണുന്ന 260 ഒരു യെല്ലോ ആണ്. ബാക്കി രണ്ടുള്ള ചേർന്ന് എനിക്കിപ്പം മറന്നുപോയി, അതുകൊണ്ട് അറിയാൻ വയ്യ. അപ്പോൾ നമ്മൾ നടാനുള്ള ഇതിനെ നമ്മൾ ഈ പോട്ട് മിക്സ് ചെയ്തേക്കുവാണ്. ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് അഡീനിയം പ്ലാന്റ്സ് എല്ലാം ഈ കാണുന്നതാണ്. നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം എല്ലാം പൂക്കളൊക്കെ വന്ന് ശിഖരങ്ങളൊക്കെ പൊടിച്ച് മനുഷ്യൻ ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഇതിന് പൂർണ്ണമായിട്ടുള്ള വെയിലാണ് ആവശ്യം. നമ്മൾ ആദ്യം വിശുദ്ധ ഭാഗം ഒരു വെയിലല്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോൾ നമ്മൾ വെയിലത്തേക്ക് വെച്ച സമയത്ത് ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് പൂക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങനത്തെയുള്ള കുറച്ച് ഐറ്റംസിൻ്റെ പൂക്കളാണ്, കുറച്ച് അടുക്കാണ് ഇതൊക്കെ. അതുപോലെ കാണുന്ന ഈ റെഡ്, ഈ കാണുന്ന വൈറ്റും ഇത് പ്യൂർ വൈറ്റാണെന്ന് തോന്നുന്നു. അതെല്ലാം ഓൾമോസ്റ്റ് ഈ കാണുന്ന റോസ് എല്ലാം മൾട്ടി പെഡൽസിൻ്റെ സംഭവങ്ങളാണ്. ഇതെല്ലാം അങ്ങനെയാണ് വെച്ചേക്കുന്നത്. നമ്മളിപ്പം മഴ ആയതുകൊണ്ട് ഇതിൽ എല്ലുപൊടി ചെയ്തിട്ടില്ല. ഇപ്പം പുതുതായിട്ട് പ്ലാന്റ് ചെയ്ത് നമ്മൾ എല്ലുപൊടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഇപ്പം ഒരു ചെറിയ മഴയും ഒക്കെ മനുഷ്യൻ നമ്മൾ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ് വളമായിട്ട്. കുറച്ചുകൂടെ പ്ലാന്റ്സ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വന്ന് റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ നമുക്ക് വഴി കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ബാക്കി പ്ലാന്റുകൾ നടുന്ന പോലെ അഡീനിയത്തിന് ഒരു ലോഡ് മണ്ണോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഈ അഡീനിയം പ്ലാന്റ് വളരുന്നതനുസരിച്ച് അതിൻ്റെ കാഡക്സിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ചട്ടികൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ബേസിക്കായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അര ചട്ടിയോളം മാത്രമേ മണ്ണ് എടുത്തിട്ടുള്ളൂ. കാരണം ബാക്കി വളം മിക്സറൊക്കെ അരച്ചട്ടി ഉണ്ടായിട്ടുള്ളൂ. ഇതെല്ലാം അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതൊന്നുകൂടെ അടിഞ്ഞ് മണ്ണടിഞ്ഞൊരു കറക്റ്റ് ലെവലിലേക്ക് ഇതിൻ്റെ വെള്ളം ഇതിൻ്റെ മണ്ണിനാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളർത്താൻ എളുപ്പമുള്ള പ്ലാന്റാണ് അഡീനിയം. നമുക്ക് വലിയ പരിചരണമൊന്നും വേണ്ട. അത്യാവശ്യം ഇതിൻ്റെ കാഡക്സ് ഒക്കെ ഒന്ന് ചീഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണം ഓവറായിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഓവറായിട്ട് ഇതിന് വെള്ളം ഒഴിച്ച് ഇതിനെ ബുദ്ധിമുട്ടിക്കേണ്ട. ശരിക്കും നമ്മളിതിന് ഇച്ചിരി വെയിലാണ് ആവശ്യം. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തേക്കുന്ന ആയതുകൊണ്ടാണ് അതിൻ്റെ കോഡ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. 268, 2224, 65 എന്നുള്ളതിൻ്റെ ഓരോരോ അവിടെ നിന്നുള്ള കോഡ് നമ്മൾ അങ്ങനെയാണത് വാങ്ങിയത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അഡീനിയത്തിൻ്റെ ഒരു പോട്ടി മിക്സുകളും നടാനുമായിട്ട്. ജസ്റ്റ് ആക്ച്വലി ഇതിനെ എങ്ങനെ എടുക്കുക, ഇതിന് അത്യാവശ്യം ലെവലിൽ നമ്മൾ ഇതിനെ കൊണ്ട് താഴ്ത്തി ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഇതിനുള്ളൂ. ബേസിക്കലി ഇതങ്ങ് ഓക്കെ ആയിട്ട് പൊടിച്ചെടുത്തോളും. കാരണം ഇനി ബാക്കി വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അവിടേക്ക് ഇതിനെ നന്നായിട്ട് കിട്ടിക്കോളും. നമുക്കതുപോലെ ഇത് തന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതും നമ്മൾ ഈ കാണുന്നതിനകത്തേക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ഓഫ് ആക്കാൻ ഇതിനൊക്കെ എടുത്ത് വീണ്ടും ഒന്ന് അമർത്തി നേരെ റെഡിയാക്കി വെച്ച് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. താങ്ക് യു.